എവിടെ വേണമെങ്കിലും വില അനുസരിച്ചുള്ള അന്വേഷിച്ചിട്ട് വന്നോട്ടെ. 2021 മോഡൽ വണ്ടി, മാർക്കറ്റ് വിലയേക്കാളും താഴെയാണ് ഇതിന്റെ. നമ്മുടെ എറണാകുളം റെജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ഇതും ഏകദേശം ഓഫർ റേറ്റിന് തന്നെ കൊടുക്കാം. അതിപ്പോ ഈ ഇരിക്കുന്ന എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ വണ്ടികളാണ്. ഇത് നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാം. 2022 മോഡൽ എൻഡോർക്കാണ്. ഒരു 10-15 രൂപ മതിയാവും. 10 രൂപ മതിയാവും. ചിലപ്പോൾ 10-12 അടച്ചാലും ചെയ്യാം. അപ്പൊ നമുക്ക് ബുള്ളറ്റിന്റെ കളക്ഷൻസ് വരുമ്പോ 1, 2, 3, 4 ഉണ്ടല്ലേ? വണ്ടിയുടെ കണ്ടീഷൻ വേണമെങ്കിൽ ഞാൻ ഒറ്റ ഇതിനകത്ത് കാണിച്ചു തരാം. ഒറ്റ ഇതിലെ കണ്ടീഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാം. എക്സോസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അക്രോപോക്കിന്റെ 8000 വർത്തുള്ള എക്സോസ്റ്റും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതുകൂടാതെ നമ്മൾ 1 മന്ത് എഞ്ചിൻ വാറണ്ടി എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിയാക്കി തരുന്നതാണ്. അപ്പൊ 8000 രൂപ 10 താഴെ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാട്ടാ. വണ്ടി നല്ല പക്ക നീറ്റ് വണ്ടി. 10000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. പക്ഷെ ജെന്യൂൻ കിലോമീറ്റർ ആണ്. 17000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. അജാസിന്റെ വീഡിയോ കണ്ടു വന്നവർക്ക് നമുക്ക് ഏകദേശം ഒരു 10000 ഓഫർ ഇട്ട് കൊടുക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഓണം ഓഫറിൽ വീണ്ടും ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ വൈറ്റില അടുത്തുള്ള M17 മോട്ടോ ഹബിലാണ് ഞാൻ ഉള്ളത്. കണ്ടോ? അപ്പോൾ അകത്തേക്ക് വന്നെങ്കിൽ ഇഷ്ടം പോലെ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ദേ മാഹിൻ ബ്രോ ഇങ്ങോട്ട് ഇവിടെ വിളിച്ചേക്കണ്. ഞാൻ ഇൻട്രോ പറഞ്ഞു വന്നപ്പോൾ മാഹിൻ ബ്രോനെ കാണാതെ. അപ്പോൾ M17 എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര് വരുന്നത്. നമ്മൾ ഇവിടുത്തെ 2ാമത്തെ വീഡിയോ കഴിഞ്ഞ മാസം ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തേക്ക്. നമ്മുടെ വൈറ്റില മേൽഭാഗത്ത് തൊട്ട് താഴെയല്ലേ? അതെ, വൈറ്റില ജംഗ്ഷനില് ഫ്ലൈ ഓവറിന്റെ നേരെ താഴെയായിട്ട്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. പാലത്തിന്റെ അടിയിൽ തന്നെയാണ് കേട്ടോ പാലത്തിന്റെ അടിയിൽ. പാലം കയറിയാലും കയറി ഇറങ്ങിയതിന് ശേഷം അടിയിലോട്ട് വരണം. പാലം കയറാതെ വരാം. അല്ലെങ്കിൽ നമ്മുടെ നിയർ ബൈ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു 500 മീറ്റർ എന്തോ ഉള്ളൂ നടന്നു വരാന്നുള്ളത്. ഞങ്ങൾ ഇന്ന് നടന്നു വന്നത്, അതുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഓണം പ്രമാണിച്ച് കിട്ടില്ല ഓഫർ ഉണ്ട്. ഇവിടെ എന്താണ് ഓഫർ പറഞ്ഞോളൂ. നമ്മള് ഏത് വണ്ടി നമ്മുടെ ഈ മന്ത് അവസാനം വരെ ഏത് വണ്ടി എടുത്താലും അതിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കും. ഫുൾ ടാങ്ക് പെട്രോൾ കേട്ടോ. ഏത് വണ്ടി എടുത്താലും, ബൈക്ക് എടുത്താലും, സ്കൂട്ടർ എടുത്താലും, ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് പെട്രോൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയിട്ട് ഓണം അടിച്ചു വിളിക്കാം. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയിലായിട്ട് പരിചയപ്പെടാം. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ആക്റ്റീവയാണ് അല്ലേ? ഇതേതാ മോഡല്? ഇത് 2030 വരെ പേപ്പറുള്ള വണ്ടിയാണ്. നല്ല പക്ക ക്ലീൻ ടെസ്റ്റും കാര്യങ്ങളും മോഡൽ ക്ലീൻ വണ്ടിയാണ്. 2010 മോഡല് 2010 മോഡലില് 2030 വരെ പേപ്പർ വണ്ടി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യണ്ട. നമുക്ക് ഏകദേശം ഒരു 20,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 20,000 രൂപ ആണ് ഈ വണ്ടി കൊടുക്കുന്നത്. ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവോ? ചെറിയ രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ 20,000 വണ്ടി എടുത്ത പണിയൊന്നുമില്ലല്ലോ. ഒരു പണിയില്ല, ഫുള്ള് നീറ്റ്. 5 വർഷം കഴിയുമ്പോൾ ഒന്നുകൂടി പുതുക്കി മതി. അതെ. അടുത്തത് വിഗോ. പിന്നെ വരുന്നത് 2016 മോഡൽ വിഗോ. നമ്മുടെ എറണാകുളം രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ഇതും ഏകദേശം ഓഫർ റേറ്റിന് തന്നെ കൊടുക്കാം. എന്താ ഓഫർ? 24,000 രൂപയ്ക്ക് കൊടുക്കാം. 16 മോഡൽ വിഗോ 24,000 രൂപ കൊടുക്കാം. ഫുൾ ടാങ്ക് പെട്രോൾ. റേസർ ഏതാ മോഡൽ? 2023 മോഡല്, ഡിജിറ്റൽ മീറ്റർ, അലോവീല് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും കൂടിയ വേരിയന്റ് വണ്ടി. ഹൈബ്രിഡ് 10-65 മൈലേജും കിട്ടണ വണ്ടി. 65 മൈലേജ്. ഏകദേശം നമുക്കൊരു 76,000 രൂപയ്ക്ക് കൊടുക്കാം. 76,000 രൂപയാണ് എന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അടുത്തത് ഇപ്പൊ എല്ലാവർക്കും ആവശ്യമുള്ള ഡിയോ ആണത്. ഏതാ മോഡൽ? ഡിയോ, ഹോണ്ടയുടെ ഡിയോ ഡിജിറ്റൽ മീറ്റർ തന്നെ. ഡിയോ ഡീലക്സ്. ഇതും 2022 മോഡൽ വണ്ടിയാണ്. ഏകദേശം ഒരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. കിലോമീറ്റർ 32 ജെന്യൂൻ കിലോമീറ്റർ തന്നെയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. വണ്ടിയെല്ലാം സിംഗിൾ ഓണർഷിപ്പ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് കണ്ടില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാ വണ്ടികളും സിംഗിൾ ഓണർ വണ്ടികളാണ്. ആ വണ്ടി സിംഗിൾ ആണ്. ആക്റ്റീവ് മാത്രം സെക്കൻഡ് ഓണർഷിപ്പ്. 2010 മോഡലാണല്ലോ. അപ്പൊ ഓണർഷിപ്പ് കുറച്ച് അറിയില്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു യൂണിക്കോൺ ഇരിക്കുന്നുണ്ടല്ലേ? ഇതും 2021 മോഡൽ വണ്ടിയാണ്. അധികം ഓടിയിട്ടില്ല, കുറച്ച് നാളായിട്ട് ഓടാതിരിക്കുകയാണ്. വണ്ടി നല്ല നീറ്റാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 മോഡല്. എവിടെ വേണമെങ്കിലും വില അനുസരിച്ചുള്ള അന്വേഷിച്ചിട്ട് വന്നോട്ടെ. 2021 മോഡൽ വണ്ടിയാണ്. 72 രൂപയ്ക്ക് കിട്ടാനില്ല. 72 രൂപ ഫൈനൽ പ്രൈസ് ആയിട്ട് കൊടുക്കാം. ഇത് ഇപ്പൊ മാർക്കറ്റ് വിലയേക്കാൾ താഴെയാണോ? മാർക്കറ്റ് വിലയാണോ? മാർക്കറ്റ് വിലയേക്കാളും താഴെയാണ് ഇതിന്റെ. ഏകദേശം 80-82 രൂപ എവിടെ ചെന്നാലും വിലയുണ്ട്. നമുക്ക് 72 രൂപയ്ക്ക് കൊടുക്കാം. 21 മോഡൽ യൂണിക്കോൺ. അടുത്ത എൻഡോർക്ക് റേസ് എഡിഷൻ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാം. 2022 മോഡൽ എൻഡോർക്കാണ്. ഏകദേശം നമുക്കൊരു 63 രൂപയ്ക്ക് കൊടുക്കാം. 63 ഫൈനൽ റേറ്റ്. ഫൈനലാണ്. 63,000 രൂപയാണ് എൻഡോർക്ക്. അടുത്തത് ആക്സസ്. ഇപ്പൊ എല്ലാവരും അന്വേഷിച്ചുകൊണ്ട് കൊടുക്കുക. മൈലേജിന്റെ കാര്യത്തിന് അതൊക്കെ പുലിയാണ് വണ്ടി. പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, അടുപ്പിച്ച് പറയണ പോലെ കുറച്ച് കുടിക്കുമെന്ന് പറയണ പോലെ. അതെ, കുറച്ച് കുടിക്കും. ഇത് നമുക്ക് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനൽ 65 രൂപയ്ക്ക് കൊടുക്കാം. 65. ആക്സസ് കിട്ടാൻ തന്നെ വളരെ പാടാണ്. നമുക്ക് 2000 കൊടുക്കാം.
21 മോഡൽ 22 രജിസ്ട്രേഷൻ. അപ്പൊ നമുക്ക് ഇതിന് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വരും? നമുക്ക് ഇതിനൊക്കെ ആകുമ്പോൾ ഏകദേശം 15,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഓൾ കേരള നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കണ്ട വണ്ടിക്ക് എല്ലാം 15 മതിയാവും ഏകദേശം. യമഹയുടെ വണ്ടികൾക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ബാക്കിയെല്ലാം ഏകദേശം വണ്ടി കയറാൻ പ്രശ്നം ഉണ്ടാവും. NS ഏതാ 160 ആണോ 200? NS 200 2019 ഡുവൽ ചാനൽ ABS ഉള്ള വണ്ടി, നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഏകദേശം ഒരു 75,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 75,000 ഒരു 10-15 രൂപ മതിയാവും. 10 രൂപ മതിയാവും. ചിലപ്പോൾ 10-12 അടിച്ചാലും ചെയ്തിടാം. അടുത്ത കുറച്ച് ബുള്ളറ്റിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി ഓഫർ വണ്ടികൾ വരാനുണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ വരാനുണ്ട്. എക്സ്പൾസ് ആയിട്ടും ബുള്ളറ്റ് ആയിട്ടും കുറെ വണ്ടികൾ വരാനുണ്ട്. നമുക്ക് ഈ മന്തിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടികൾ വരാനുണ്ട്. അപ്പൊ നമ്മുടെ M70 എന്നുള്ള പേജിൽ എല്ലാ വണ്ടിയുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ടേക്ക്. ഇഷ്ടംപോലെ ഓഫീസും കാര്യങ്ങളും വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബുള്ളറ്റിന്റെ കളക്ഷൻസ് വരുമ്പോൾ 1, 2, 3, 4 4 ഏതാ മോഡല്? ഇത് 2018 മോഡല് ഡെസേർട്ട് സ്റ്റോം. അത് ഡുവൽ ഡിസ്ക് വണ്ടിയാണ്. ഫ്രണ്ട് ABS കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പക്ക സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസിലുള്ള വണ്ടിയാണ്. ഏകദേശം ഒരു 1,20,000 രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ. 1,20,000. 1,20,000 20 രൂപ ഡൗൺ പേയ്മെന്റ് മതിയാവോ? 20 രൂപ ഡൗൺ പേയ്മെന്റ് മതി. 20 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ്. 15 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. അടുത്ത സ്റ്റാൻഡേർഡ്. പിന്നെ അത് ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. പിന്നെ സ്റ്റാൻഡേർഡ് 2018 മോഡല് സിംഗിൾ ഓണർ വണ്ടി. 18 മോഡല് സിംഗിൾ ഓണർ 39,000 കിലോമീറ്റർ. രണ്ട് പുതുപുത്തൻ ടയർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കും. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക ക്ലീൻ വണ്ടിയാണ്. വണ്ടിയുടെ കണ്ടീഷൻ വേണമെങ്കിൽ ഞാൻ ഒറ്റ ഇതിനകത്ത് കാണിച്ചു തരാം. ഒറ്റ ഇതിലെ കണ്ടീഷൻ നമുക്ക് കാണിച്ചു കൊടുക്കാം. സ്റ്റാർട്ടിംഗ് എല്ലാം കാണിച്ചു തരാം. ഇല്ലാത്ത വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് ആണ്. വണ്ടിയുടെ കണ്ടീഷൻ നോക്കും. ഇതിപ്പോ എല്ലാം ഓയിൽ ചേഞ്ച് എല്ലാം കഴിഞ്ഞിരിക്കല്ലേ? ഓക്കെ, വണ്ടിയുടെ കണ്ടീഷൻ വരുന്നത്. വണ്ടി കുഴപ്പമൊന്നുമില്ല. 39,000 കിക്കറിന് തന്നെ സ്റ്റാർട്ട് ആവും. കൈ കൊണ്ട് അടിച്ചാലും വണ്ടി സ്റ്റാർട്ട് ആവും. അത്രയും ക്വാളിറ്റി ആണ്. അത്രയും ക്വാളിറ്റി. എന്താ വില? ക്വാളിറ്റി വണ്ടിയുടെ വില നമുക്ക് ഏകദേശം ഒരു 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 1,10. ഒരു 20 രൂപ 15 രൂപ ഡൗൺ പേയ്മെന്റ്. 15 രൂപ ഡൗൺ പേയ്മെന്റ് ക്ലാസിക് ടാക്സ് ഉണ്ടെങ്കിൽ. പിന്നെ ഇത് J സീരീസ് ആണ്. ക്ലാസിക്കിന്റെ J സീരീസ്. അതെ, ഇതും 24,000 കിലോമീറ്റർ കമ്പനി സർവീസിലുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 24,000 കിലോമീറ്റർ. ഓക്കെ, എന്താ വില? നമുക്ക് ഏകദേശം ഒരു 1,58,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,58,000. 1,58,000 രൂപ. ഇതും ഒരു 25,000 30,000 ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, അടുത്താണെങ്കിൽ ക്ലാസിക്കിന്റെ ES സെൽഫ് ഉള്ള വണ്ടി. ഇതാകുമ്പോഴും നമുക്ക് 2021 മോഡലാണ്. ഏകദേശം ഒരു 1,35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,35,000. അതെ. ഇത് V3 എങ്ങനെ? ഇത് V3S ആണ്. 2024 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് എക്സോസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അക്രോപോക്കിന്റെ 8,000 വർത്തുള്ള എക്സോസ്റ്റും കാര്യങ്ങളാണ് വരുന്നത്. ഫുള്ള് നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 1,35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 1,35,000. അപ്പൊ ഒരു 25-30 രൂപ ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യത ധാരാളം മതി. ഈ RS ഏതാ മോഡല്? RS 2017 മോഡൽ വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ്. 15,000 കിലോമീറ്റർ ആണ് മീറ്ററിലുള്ളൂ. നമുക്ക് വണ്ടി നല്ല നീറ്റാണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയാണ്. അതുകൂടാതെ നമ്മൾ 1 മന്ത് എഞ്ചിൻ വാറണ്ടി എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. എഞ്ചിൻ പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റെഡിയാക്കി തരുന്നത്. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഏത് വണ്ടി എടുത്താലും 1 മന്ത് എഞ്ചിൻ വാറണ്ടി ഉണ്ട്. പിന്നെ ഓണം പ്രമാണിച്ച് ഈ മാസം 31 വരെ ഫുൾ ടാങ്ക് പെട്രോളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വില എത്ര വരും? ഇത് നമുക്ക് ഏകദേശം ഒരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80 രൂപയാണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് ഉള്ളത്. ഇതെല്ലാം ആസ്കിംഗ് ആണ് അല്ലേ? അതെ. ചെറിയ രീതിയിലൊക്കെ നമുക്ക് മേളിൽ വന്നിരിക്കുമ്പോൾ കുറച്ച് കൊടുക്കോ? കുറച്ച്. ഈ ഹോർണറ്റ് നമുക്കൊന്ന് കുറച്ച് കൊടുത്താലോ? വില കുറച്ച്. ഈ ഹോർണറ്റ് എന്ന് പറയുമ്പോൾ 2017 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 32,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 32. നല്ല ക്ലീൻ വണ്ടിയാണ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ജസ്റ്റ് വാഷ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. അത് ഞാൻ വാഷിംഗ് ചെയ്ത് പോളിഷിംഗ് ചെയ്ത് തന്നേക്കാം. വാഷിംഗ് ചെയ്ത് പോളിഷിംഗ് ചെയ്ത് കുട്ടപ്പനായി 32,000 റെഡി ക്യാഷ് എടുക്കണം കേട്ടോ. പിന്നെ മൈലേജ് പർപ്പസിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ HF ഡീലക്സ് ഉണ്ട്, പൾസർ ഉണ്ട്, പ്ലാറ്റിന ഉണ്ട്. HF ഡീലക്സ് ആകുമ്പോൾ ഏകദേശം 2023 മോഡലാണ്. നമുക്കൊരു 52,000 രൂപയ്ക്ക് കൊടുക്കാം. 2023 52,000. ഒരു 8,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. അപ്പൊ 8,000 രൂപ 10 താഴെ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാട്ടോ. അടുത്തത് അതും പൾസർ വരുന്നുണ്ട്. ഇതും കുറെ പേര് റേറ്റ് കുറച്ച് ചോദിക്കണ വണ്ടികൾ അന്വേഷിക്കണമുണ്ട്. കുറെ പഠിക്കാൻ പറ്റുന്നവർക്കുണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്നവരുണ്ട്. അവർക്കൊക്കെ യൂസ്ഫുൾ ആണ്. 2014 മോഡൽ വണ്ടിയാണ്. എന്താ വില വരും? ഇത് നമുക്ക് ഏകദേശം ഒരു 18,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 18,000 രൂപയുണ്ട് വണ്ടിക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ ഇന്ന് ഏറ്റവും കുറഞ്ഞ വണ്ടി 18,000 ആണ്. പ്ലാറ്റിന ആകുമ്പോൾ 2024 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. ഇതിനൊക്കെ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ 1 മാസം ഓടിക്കാല്ലേ? അതെ, 1 മാസം ഓടിക്കാം. ഒന്നും അറിയാം. എങ്ങനെയായാലും ഏകദേശം ഒരു 500 കിലോമീറ്ററോളം ഓടിക്കാം. 100 കിലോമീറ്റർ ഓടിക്കാം. ഒന്നും അറിയണ്ട. ഇതാണെങ്കിൽ പിന്നെ HF ആകുമ്പോൾ നമുക്ക് 2024 മോഡൽ വണ്ടിയാണ്. HF 100 ആണ് വണ്ടി. HF ഡീലക്സ് അല്ല, HF 100 ആണ്. പലർക്കും ഡൗട്ടാണ്.
ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 48,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 5,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് ഞാൻ വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. മുകളിൽ നമ്മുടെ കുറച്ച് സ്കൂട്ടേഴ്സും കൂടി ഉണ്ടല്ലേ? അതെ, അതും കൂടി പോയി കാണാം. ഇത് കൂടാതെ വേറെ കളക്ഷൻസ് കുറെ വരാനും ഉണ്ട് കേട്ടോ. വരാനുണ്ട്. അപ്പൊ മുകളിൽ നമ്മൾ കുറച്ച് സ്കൂട്ടേഴ്സും കൂടി വെച്ചിട്ടുണ്ട്. ഇഷ്ടം ഗ്യാപ്പും കാര്യങ്ങളും നോക്കണ്ട, ഇനിയും വരാനുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ വണ്ടി വരുന്നു വിൽക്കുന്നു അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ എടുത്താണ്. നമ്മൾ 2 ദിവസം നോക്കി കഴിഞ്ഞാൽ പിന്നെ വിറ്റു. നമ്മൾ ബാക്കിയുള്ളവരെ പോലെയല്ല, നമ്മൾ കുറെ ഒക്കെ കൊടുക്കുന്നത് ഡീലേഴ്സിനും കൂടെ കൊടുക്കണം. നമ്മുടെ അടുത്ത് നിന്ന് തന്നെ കുറെ വേറെ കച്ചവടക്കാരും കൊടുക്കണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കയ്യിലുള്ള ഗ്യാപ്പ്. അവര് പുറത്ത് പോയി റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് തന്നെ വന്നോട്ടെ. നമ്മുടെ ഫിനാൻസിന്റെ ഡീറ്റെയിൽ പറഞ്ഞില്ല, എന്തൊക്കെ ഇപ്പൊ ഡോക്യുമെന്റ്? നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ATM കാർഡ്. ഇതിനകത്ത് സിവിൽ സ്കോർ കുറവുള്ള കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീടിന്റെ കരടച്ച രസീതും കൂടെ ഉണ്ടെങ്കിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സിവില് നമുക്ക് വിഷയമല്ല. ഒരു 650 മേലെ കൊടുക്കുമോ? 700 ആണ് മാക്സിമം നോക്കുന്നത്. 650 ആണെങ്കിലും ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ കയറി പോകും. ചെറിയ എമൗണ്ട് ഒക്കെ എടുക്കാം. ഒന്നിന് മേലേക്കാണ് പണി കിട്ടും ചിലപ്പോ. അപ്പൊ ഡിയോ ഏതാ മോഡൽ? ഇത് ഡിയോ 2021 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മുടെ ആലുവ രജിസ്ട്രേഷനുള്ള വണ്ടി ഡിയോ ഡീലക്സ്. അതും ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നമുക്ക് ഏകദേശം ഒരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. 60 രൂപ. അതെ, 60 രൂപയില് നമുക്ക് ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് പിന്നെ ഇറക്കി പോകണം. 60,000 രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടിയാണോ? കുഴപ്പമില്ല, വണ്ടിയാണ്. 2021 ഇതാണെങ്കിലോ? ഇത് 24 മോഡൽ ബേസ് മോഡൽ വണ്ടിയാണ്. വണ്ടി നല്ല പക്ക നീറ്റ് വണ്ടി. 10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതിന്റേതായ ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു 72,000 രൂപയ്ക്ക് കൊടുക്കാം. 72 ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ 15. അടുത്ത ജൂപ്പിറ്റർ ഇരിക്കണ്ടല്ലോ. ഇത് 2022 മോഡൽ വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫ്രണ്ട് ടയറും കാര്യങ്ങളൊക്കെ പുത്തനാണ്. നമുക്ക് ഏകദേശം ഒരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. 62,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ഉള്ളത്. ഇത് നമുക്കൊരു 15 രൂപയ്ക്കൊക്കെ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 15,000 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഫസീനോ 2023 മോഡൽ വണ്ടി. ഏകദേശം ഒരു 75,000 രൂപയോളം മാർക്കറ്റ് റേറ്റ് വന്ന വണ്ടിയാണ്. ഹൈബ്രിഡ് വണ്ടിയാണ്. 17,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പക്ഷെ അപ്പൊ കുറെ പേർക്ക് കൺഫ്യൂഷൻ വരും കിലോമീറ്റർ ഓടിയത്. പക്ഷെ ജെന്യൂൻ കിലോമീറ്റർ ആണ്. 17,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ 75,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ഒരു പണി ചെയ്തേക്കാം, അജാസിന്റെ വീഡിയോ കണ്ടുവന്നവർക്ക് നമുക്ക് ഏകദേശം ഒരു 10,000 രൂപ ഓഫർ ഇട്ട് കൊടുക്കാം. 65,000 രൂപയ്ക്ക് 2023 മോഡലും രജിസ്ട്രേഷനും 23 ഉണ്ട്. നമുക്ക് 65,000 രൂപയ്ക്ക് ഓഫർ പ്രൈസിന് കൊടുത്തേക്കാം. അപ്പൊ ഓഫർ പ്രൈസിൽ 65,000 രൂപയ്ക്ക് ഏകദേശം 10-15 ഡൗൺ പേയ്മെന്റ് ഒക്കെ നമുക്ക് വണ്ടി ഇറക്കാം. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ ആണ്. അടുത്ത എൻടോർക്ക് റേസ് എക്സ്പി ഉണ്ട്. ഇത് 2024 മോഡൽ വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. XP വേരിയന്റ് ആണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 82,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 82 ഒരു 10-20 രൂപ ഏകദേശം 15 രൂപ വേണ്ട, 10 രൂപ അടച്ച് നമുക്ക് ഇറക്കാൻ പറ്റും. മാക്സിമം ലോൺ നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇന്ന് ഇത്ര വണ്ടികൾ ഉള്ളൂ അല്ലേ? അതെ. ഇനി വണ്ടികൾ ഏകദേശം 10-15 വരാനുണ്ടെന്നാണ് കിട്ടിയ വിവരം. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇലക്ട്രിക് വണ്ടി ഉണ്ടായത് പോയല്ലേ? അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ കുറെ വണ്ടികൾ പോയി, കുറെ വണ്ടികൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിലും കുറെ എണ്ണം വന്നു പോയിട്ടുണ്ട്. പോലെ. അതെ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ എറണാകുളം ജില്ലയിലെ വൈറ്റില ജംഗ്ഷനിൽ തന്നെയാണ്. മേൽപ്പാലത്തിന് താഴെ മെട്രോ പില്ലർ നമ്പർ പറയാൻ പറ്റില്ല, സാധാരണ അതാ പറയാറ്. മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്താണ്. M17 മോട്ടോപ്പ് എന്നാണ് ഷോപ്പിന്റെ പേര്. ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എത്തും. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ M17 മോട്ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഫ്രണ്ടിൽ വരും. ചിലവർ നമ്മുടെ അടുത്ത് ഇവിടെ വിളിച്ചിട്ട് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ലൊക്കേഷൻ നമ്മൾ ഇവിടെ നിന്ന് കറന്റ് ലൊക്കേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ബാക്കിലുള്ള റോഡിലാണ് വന്നത്. അതിനേക്കാളും ബെറ്റർ ഗൂഗിളിനകത്ത് നോക്കണേ, കറക്റ്റ് ഫ്രണ്ടിൽ വരും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് ഏതൊക്കെ സമയത്ത് വിളിക്കാം? നമുക്ക് ഏകദേശം ഒരു രാത്രി 11 മണി വരെ നമുക്ക് വിളിക്കാൻ പറ്റും. രാവിലെ ഒരു 9 മണി, രാവിലെ ഒരു 8 മണി തൊട്ട് രാത്രി 11 മണി വരെ നമ്മൾ രാത്രി 11 വരെ വിളിക്കാം. അപ്പോ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. ഓണം പ്രമാണിച്ച് ഈ മാസം ഓഗസ്റ്റ് 31 വരെയാണ് നമ്മുടെ ഓഫർ ഉള്ളത്. ഓഫർ വേറെ ഒന്നുമല്ല, 1 മന്ത് എഞ്ചിൻ വാറന്റി ഉണ്ട്. അത് നോർമലി ഉള്ളതാണ്. അതുകൂടാതെ ഓണത്തിന്റെ ഓഫർ അല്ല, അതുകൂടാതെ ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് പെട്രോളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മൈൻ ബ്രോ, അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ഓണം കഴിഞ്ഞിട്ട് കാണാം അല്ലെ? എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം കൊടുത്തേക്ക്. ഹാപ്പി ഓണം.